പാലാ ബിഷപ്പിൻ്റെ വിമർശനങ്ങൾക്ക് ഷോൺ ജോർജിൻ്റെ മറുപടി. തനിക്കും പിതാവ് PC ജോർജിനുമെതിരെ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഷോൺ ജോർജ്. തൻ്റെ അപ്പനേക്കാൾ ബഹുമാനിക്കുന്നയാളാണ് കല്ലറങ്ങാട്ട് പിതാവ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നത് പോലും അദ്ദേഹത്തോട് ചോദിച്ചാണ് ചെയ്തതെന്നും ഷോൺ ജോർജ് പറഞ്ഞു. സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാതിരുന്ന കാലത്ത് തൻ്റെ പദവിയും പ്രതിച്ഛായയും നോക്കാതെ സഭയ്ക്ക് വേണ്ടി സംസാരിച്ചയാളാണ് PC ജോർജ് എന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഒളിച്ചും പാത്തും നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന കല്ലറങ്ങാട്ട് പിതാവിൻ്റെ വാദത്തോട് താൻ യോജിക്കുന്നുവെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. സഭ പരസ്യമായ നിലപാട് സ്വീകരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ സഭാ പിന്തുണ പ്രഖ്യാപിക്കുന്ന പാർട്ടി സഭയ്ക്ക് വേണ്ടിയും വിശ്വാസികൾക്ക് വേണ്ടിയും എന്താണ് ചെയ്തതെന്ന് ചർച്ച ചെയ്യപ്പെടും. ആ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. ലവ് ജിഹാദ് വിഷയത്തിൽ കല്ലറങ്ങാട്ട് പിതാവിനെതിരെ ഇടതുപക്ഷവും വലതുപക്ഷവും നിലപാടെടുത്തു. അന്ന് BJP സ്വീകരിച്ച നിലപാടാണ് എന്നെപ്പോലുള്ളവർ BJP എന്ന് ചിന്തിച്ചു തുടങ്ങാനുള്ള കാരണം. പിതാവിനെതിരെ ആക്രോശിക്കുകയും രൂപത ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയും ചെയ്ത ഇടതുപക്ഷമാണ് അദ്ദേഹത്തിനെതിരെ 8 കേസുകൾ എടുത്തത്. VD സതീശൻ പിതാവിനെ തുറുങ്കിലടയ്ക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇതോടെയാണ് 2 മുന്നണികളിൽ നിന്നും നീതി കിട്ടില്ലെന്ന ബോധ്യമുണ്ടായത്. ഷോൺ ജോർജ് പറഞ്ഞു. FCRAയുടെ കാര്യത്തിൽ ഇപ്പോൾ പെട്ടെന്ന് നിയമം മാറാൻ കാരണം ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു അമേരിക്കൻ പൗരൻ്റെ അക്കൗണ്ടുകൾ വഴി മണിപ്പൂർ കലാപത്തിന് പണമെത്തി എന്ന വിവരമാണ്. അത്തരം കാര്യങ്ങളിൽ ദേശസുരക്ഷയെ കരുതി തീരുമാനമെടുക്കുമ്പോൾ സഭയ്ക്ക് ആശങ്കയുണ്ടെന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാനത്തെ BJP നേതൃത്വം ഇടപെട്ടാണ് FCRA ബില്ല് മാറ്റിവെപ്പിച്ചത്. ദീപിക പത്രത്തിനെതിരായ തൻ്റെ നിലപാടിൽ ഒരടി പോലും പിന്നോട്ടില്ല. ദീപികയെ കോൺഗ്രസ് നിയന്ത്രിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ദീപിക സഭാമുഖപത്രമാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്. കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാതിരുന്ന കാലത്ത് തൻ്റെ പദവിയും പ്രതിച്ഛായയും നോക്കാതെ സഭയ്ക്ക് വേണ്ടി സംസാരിച്ചയാളാണ് PC ജോർജ് എന്നും ഷോൺ ജോർജ് പറഞ്ഞു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ സഭാ നേതൃത്വത്തെയും വൈദികരെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് അനുവദിക്കാനാകില്ലെന്നും മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുള്ള ഇത്തരം കടന്നാക്രമണങ്ങൾ സഭ വച്ചു പൊറുപ്പിക്കില്ല എന്നായിരുന്നു പാലാ ബിഷപ്പിൻ്റെ വിമർശനം.